എന്നാൽ നമ്മൾ ഈ പുസ്തകത്തിനകത്തേക്ക് പരിശോധന തുടങ്ങിക്കഴിഞ്ഞാൽ ചട്ടമ്പി സ്വാമികൾ ഈ ഗ്രന്ഥം എന്തുകൊണ്ടെഴുതി, എന്തിനെഴുതി, അല്ലെങ്കിൽ ആ തരത്തിൽ ഉള്ള ഇടപെടൽ എന്തുകൊണ്ട് നടത്തി എന്നൊക്കെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം ഒരു സന്യാസിയല്ലേ, ഇദ്ദേഹത്തിന് ഭാഷാവികമായിട്ട് എന്ത് ബന്ധമെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നിങ്ങൾ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത്, എവിടെയാണോ സംസ്കൃതജന്യവാദത്തെ ഭാരതത്തിൽ ദക്ഷിണേന്ത്യയിൽ, സവിശേഷമായി ദക്ഷിണേന്ത്യയിൽ, അതും കേരളത്തിൽ നിന്നുകൊണ്ട് അഡ്രസ്സ് ചെയ്യുന്ന, നേരിടുന്ന ഒരേ ഒരു വ്യക്തി ചട്ടമ്പി സ്വാമികൾ മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഫ്രാൻസ് വൈറ്റ് എല്ലിസ് എന്ന് പറയുന്ന സിവിൽ സർവൻ്റ് ഈ ചോദ്യത്തെ നേരിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് റോബർട്ട് കാർഡ്വെൽ എന്ന് പറയുന്ന യൂറോപ്യൻ, അദ്ദേഹവും നേരിട്ടിട്ടുണ്ട്. പക്ഷേ ഒരു ഇന്ത്യക്കാരൻ ആദ്യമായി ഈ വാദത്തെ, അതായത് ഇന്ത്യൻ ഭാഷകൾ സംസ്കൃതജന്യമാണ് എന്ന വാദത്തെ അതല്ല എന്ന് ഉറക്കെ പറഞ്ഞത് ചട്ടമ്പി സ്വാമികളാണ്. അവിടെയാണ് ഇതിൻ്റെ സ്ഥാനം തുടങ്ങുന്നത്. അതായത് ദ്രാവിഡ ഭാഷാ ചരിത്രത്തിൽ ഫ്രാൻസ് വൈറ്റ് എല്ലിസും റോബർട്ട് കാർഡ്വെല്ലും കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനം ചട്ടമ്പി സ്വാമികളുടേതാണ്. പക്ഷേ അത് അറിയപ്പെടാതെ പോയത് ചട്ടമ്പി സ്വാമികൾ എഴുതിയ ഈ ഗ്രന്ഥത്തെ വേണ്ട രീതിയിൽ അക്കാദമികമായി അവതരിപ്പിക്കപ്പെടാത്തത് കൊണ്ടും അറിയാത്തത് കൊണ്ടുമാണ്. എന്താണ് ചട്ടമ്പി സ്വാമികൾ ചെയ്തത്? കാർഡ്വെല്ലും അതുപോലെ ഫ്രാൻസ് വൈറ്റ് എല്ലിസും ചില പദങ്ങളിലും ചില വ്യാകരണ പ്രശ്നങ്ങളിലുമുള്ള താരതമ്യം പരിശോധിച്ചു. ചട്ടമ്പി സ്വാമികൾ ഈ ഗ്രന്ഥത്തിൽ സംസ്കൃതവും തമിഴ് ആണ് ചട്ടമ്പി സ്വാമികൾ ദ്രാവിഡ ഭാഷയായിട്ട് എടുക്കുന്നത്. തമിഴെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ തമിഴല്ല, പൂർവ്വ തമിഴ് മലയാളം എന്ന് നമുക്ക് പറയാവുന്ന ഒരു പ്രാക്തന ഭാഷയാണ്. ആ പ്രാക്തന ഭാഷയുമായിട്ട് ഇതിനുള്ള ബന്ധത്തെ അദ്ദേഹം വീണ്ടും പരിശോധിക്കുന്നു. പൂർണ്ണമായിട്ടും ഈ ഇന്ത്യയിൽ നടന്നിട്ടുള്ള, അക്കാദമികമായി നടന്നിട്ടുള്ള തമിഴ് സംസ്കൃത താരതമ്യത്തിലെ ഏറ്റവും ഗാഢമായിട്ടുള്ള ഒരു പഠനം ഈ ചട്ടമ്പി സ്വാമികളുടെ ആദിഭാഷയിൽ അവതരിപ്പിക്കുന്ന താരതമ്യ ചിന്തയാണ്. ഇതിൻ്റെ ധാര കൃത്യമായും ഫ്രാൻസ് വൈറ്റ് എല്ലിസിൽ തുടങ്ങി, അതായത് 1816 തുടങ്ങി 1856 റോബർട്ട് കാർഡ്വെൽ എത്തുകയും 1900 ശേഷം അത് ചട്ടമ്പി സ്വാമി ഏറ്റെടുക്കുകയും ചെയ്യുന്നു എന്നതാണ് അതിലെ പ്രധാനം. 2, ഈ പുസ്തകം വെറുതെ ഒരു താരതമ്യം നടത്തി വയ്ക്കുകയല്ല. ചട്ടമ്പി സ്വാമികൾ ആ കാലത്ത് നിലനിന്നിരുന്ന, അതായത് 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന പാശ്ചാത്യ ശാസ്ത്രബോധത്തിൻ്റേതായിട്ടുള്ള ചില നിഴലാട്ടങ്ങൾ ചട്ടമ്പി സ്വാമികളുടെ ചിന്തയിൽ കടന്നു വരുന്നുണ്ട്. ചില ആത്മകഥാകൃത്തുകൾ ഇദ്ദേഹത്തിന് എൻ്റെ ഇംഗ്ലീഷുമായിട്ടുള്ള പരിചയക്കുറവ്, പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കൃതികളിൽ ആ പരിചയക്കുറവ് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അന്ന് ഉണ്ടായിരുന്ന 2 ചിന്തകളെ ഇദ്ദേഹം ഈ ഗ്രന്ഥവുമായി ബന്ധപ്പെടുത്തുന്നു. ഒന്ന്, ലോകത്താകമാനമുള്ള ഉൽപ്പത്തി ചരിത്രം, അതായത് മനുഷ്യ ഉൽപ്പത്തി, അതുപോലെ ജന്തുമൃഗാദികളുടെ ഉൽപ്പത്തി. ഈ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള ബോധം യൂറോപ്പിൽ ഉണ്ടായിരുന്നു, നിയാണ്ടർത്തലാണെന്നുള്ള ചർച്ചകളുണ്ടായിരുന്നു. ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ഏഷ്യയിലായിരിക്കും മനുഷ്യൻ്റെ പിറവി എന്ന് പറയുന്ന ഒരു ബോധം. അന്നത്തെ ബോട്ടണി, ജിയോളജി, അതുപോലെ സുവോളജി എന്നൊക്കെ പറയുന്ന വിജ്ഞാന ശാഖകളിലുള്ള പല പണ്ഡിതരും ശാസ്ത്രജ്ഞരും വിശ്വസിച്ചിരുന്ന ഒരു കാര്യമാണ്. അതായത് ഏഷ്യയിലായിരിക്കും, അതാണ് ചൈന മാൻ, പീക്കിംഗ് മാൻ എന്നൊക്കെ നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിൽ കേട്ടിട്ടുള്ളത്. ഈ മനുഷ്യൻ്റെ പിറവി ഏഷ്യയിലാണെന്നും ആ ഏഷ്യയുമായി ഉള്ള എന്തോ ഒരു ബന്ധം ഉണ്ട് എന്നുമൊക്കെയുള്ള ഒരു ചില നിരീക്ഷണങ്ങൾ അക്കാലത്ത് വളരെ പ്രബലമായിരുന്നു. ഇത് ചട്ടമ്പി സ്വാമികൾക്ക് അറിയാമായിരുന്നു ഇല്ലേ എന്നുള്ളത് അറിയാമായിരുന്നു എന്നാണ് ആദിഭാഷ നമുക്ക് തരുന്ന വിവരം. ആദിഭാഷയിൽ അദ്ദേഹം എടുക്കുന്നത് മനുഷ്യ പിറവി അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഉൽപ്പത്തിയുമായിട്ട് 2 ചിന്താധാരകളാണ് ലോകത്തുള്ളത്. ഒന്ന്, നമ്മൾ ഇന്നത്തെ ആധുനിക സമൂഹം പറയുന്ന മോണോജനസിസ് എന്ന് പറയുന്ന, അതായത് ഏതെങ്കിലും ഒരു ഭാഗത്ത് മനുഷ്യരുണ്ടാകുകയും അവിടെ നിന്നുകൊണ്ട് മറ്റു പ്രദേശങ്ങളിലേക്ക് മനുഷ്യർ പലായനം ചെയ്യുന്നു എന്ന് പറയുന്ന വാദം. 2, മനുഷ്യൻ ഒരേ സമയത്ത് പല പ്രദേശങ്ങളിൽ ഉണ്ടായി എന്ന് പറയുന്ന മൾട്ടി റീജിയണൽ അല്ലെങ്കിൽ പോളിജനസിസ് എന്നൊക്കെ പറയുന്ന മൾട്ടി റീജിയണൽ ഹൈപ്പോത്തസിസ്. ഇത് ഇന്നും ശാസ്ത്രം അംഗീകരിക്കുന്ന കാര്യമാണ്.